ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ 10ാമത്തതാകാൻ ഇൻഷാ അല്ലാഹ് ഞാനുണ്ട് എന്ന് പറയാൻ പറ്റിയ ആരാ? 10ാമതൊരാള്, 10ാമത് ഒരു സഹോദരിയാണ്. ആരാ? ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ 10ാമത് ആരാ? ആരെങ്കിലും ഉണ്ടോ? 10ാമത് ഒരാളും കൂടി വേണമല്ലോ. ആരാണ് ആ 2000 കൊടുക്കാൻ പറ്റിയ, ഒരു ദിവസത്തെ കഞ്ഞിയുടെ പൈസ കൊടുക്കാൻ പറ്റിയ 10ാമത്തെ ആള് ആരാ? അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. വറക്കെ അല്ലാഹു കബൂലാക്കട്ടെ. 10 ഇരട്ടയാണ് അല്ലേ? ഇന്നല്ലാഹു യുഹിബ്ബുൽ വിത്ര. അല്ലാഹു ഒറ്റ ഇഷ്ടപ്പെടുന്നു. 11ാമതൊരാൾ ആ ഒറ്റയാണ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ആ ഒറ്റയാകാൻ വേണ്ടി ആരാ ഉള്ളത്? 11 അല്ലാഹു കബൂലാക്കട്ടെ. 11 പേര് ഉസ്താദേ, 11 പേര് അല്ലാഹു കബൂലാക്കട്ടെ. വറക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. 2000 കൊടുക്കാനില്ല, ഇപ്പൊ എന്റെ കയ്യിൽ 1000 ഉണ്ട്, ഇല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ 1000 അയച്ചു കൊടുത്തേക്കാം എന്ന് പറയാൻ പറ്റിയാറുള്ള 2000 ഇല്ല. 1000 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 1000 കൊടുക്കാൻ പറ്റിയവര്, 1000 കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 1000 കൊടുക്കാൻ പറ്റിയാരുമില്ല. സഹോദരിമാരുടെ കൂട്ടത്തിലുമില്ല, സഹോദരന്മാരുടെ കൂട്ടത്തിലുമില്ല. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ സഹോദരി നിങ്ങൾ എല്ലാവരും പേഴ്സ് എടുക്കും. പേഴ്സിന്റെ പേഴ്സ് എന്ന് വെച്ചാൽ മനസ്സിലായോ? ഉസ്താദ് 1000 ഇല്ല, എന്റെ ഒരു 500 രൂപയുണ്ട്, ആ 500 ബക്കറ്റിലേക്ക് ഇല്ല. ഉസ്താദ് 200 ഉണ്ട്, ആ 200 എങ്കിൽ 200, ഇതെല്ലാം 100 ആണെങ്കിൽ 100. ഉസ്താദ് യാത്രയിലാ, എനിക്ക് ഇവിടുത്തെ ദുആ എപ്പോഴും കിട്ടണം. 10 രൂപ എന്റെ കയ്യിലുള്ളൂ, ആ 10എങ്കിലും 10 രൂപ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് ഇടാം. ഒന്ന് കൊണ്ടുപോയി എല്ലാവരുടെ അടുത്തേക്ക്, അവിടെ എല്ലാവരുടെ അടുത്തേക്ക് കൂടെ കൊണ്ടുപോയി ചെല്ലും. സഹോദരനെ ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ 1000 ഇല്ല ഉസ്താദേ, 500 ഇല്ല, ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്, എന്റെ കയ്യിലേക്ക് വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മാനായ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് പട്ടും പുതച്ച് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാലിഹ് ഹസ്രത്ത് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. പറയാനുള്ള കാര്യം സ്ഥലത്തിന്റെ പേരെന്നാ? എന്നെ പറ അജയ് പറഞ്ഞേ, ഉറക്കെ പറ. എന്നെ പറ. പേടിയാണോ? കഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞ ഉസ്താദ് ഇപ്പൊ എന്താക്കി പറയാൻ പോണേ? അതാണ് ഇപ്പൊ പേടി. ഇപ്പൊ ചോദിക്കുന്നതിന്റെ പ്രശ്നതാ. ഉസ്താദ് വേറെ എന്തോ കണ്ടുകൊണ്ടാണ് കഞ്ഞിപ്പള്ളി ആണോ? ഇനിയിപ്പോ കഞ്ഞിപ്പള്ളി തന്നെ ആണോ? ഈ സ്ഥലത്തിന്റെ പേരെന്നാ പറഞ്ഞ? അതന്നെ എന്നെ ഉള്ളത്. പൈസ കൊടുത്തെന്തിനാ അവിടെ ആ സാധനം എവിടെ ഉള്ളത്? എന്തില്ല ഇവിടെ? ഇത് എന്തില്ല ഇവിടെ? ആദ്യം എത്ര ആളെ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ആദ്യമായിട്ടല്ലേ? നിങ്ങൾ എത്ര ആളെ വരാൻ തുടങ്ങിയിട്ട്? 23 വർഷമായി. ഞാൻ അതിന്റെ മുകളിലായിട്ട് ആരെങ്കിലും 23 വർഷത്തിന്റെ മുകളിലുള്ളവർ നിങ്ങൾ എത്ര വർഷം വരാൻ തുടങ്ങിയിട്ട്? 27 വർഷമായി. 27 വർഷം മുമ്പ് ഈ സ്ഥലത്തിന്റെ പേരെന്നാ? കഞ്ഞിപ്പള്ളി തന്നെയല്ലേ? എന്നാ സ്ഥലം പേര്? കഞ്ഞിപ്പള്ളി തന്നെയാണ് പേര്. ഇവിടെ എന്തുണ്ടായിരുന്നുള്ളൂ? പള്ളിയില്ല, കഞ്ഞിയുള്ളൂ. പക്ഷെ പണ്ട് മുതലേ ഇതിന് വിളിക്കപ്പെടുന്ന പേരെന്തുന്നാ? അന്ന് വച്ചാ ഇവിടെ പിൽക്കാലത്തൊരു പള്ളി വരാനുണ്ട് എന്ന് ഏതോ ഒരു മഹാൻ കണ്ട്, ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വന്ന പേരാണ്. ആ പള്ളി അൽഹംദുലില്ലാഹ് 3 വർഷം മുമ്പ് തുടങ്ങിയത് മെയിൻ പാർക്ക് ആയി നിൽക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൽ 1 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാം.
എന്തിനാ? ഏർവാട് ശുഹദാക്കളുടെ രക്തം വീണ മണ്ണില് ഒരു സ്ക്വയർ ഫീറ്റ് ആ പള്ളിയുടെ പണിയൊക്കെ കഴിയുമ്പോ നമുക്ക് ഈ മജ്‌ലിസിൽ വന്ന് ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് കഞ്ഞിയും കുടിച്ച് ളുഹർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറുമ്പോ ളുഹർ എന്ന ഫർദ് നിസ്കാരം അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ പറയുമ്പോ സ്വന്തം മനസാക്ഷിയോട് പറയാൻ പറ്റണം, റബ്ബേ ഈ പള്ളിയുടെ ഒരു സ്ക്വയർ ഫീറ്റ് എന്റെ വകയാ. എവിടെ? ഏർവാട് ശുഹദാക്കളുടെ രക്തം വീണ മണ്ണിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഉമ്മ 450 രൂപ കഞ്ഞിയിലേക്ക് വന്നിട്ട് വേറൊരു സഹോദരൻ കേസുമായി ബന്ധപ്പെട്ട് കുറെ നാൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് കിഡ്നി തകരാറായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കുമാറാകട്ടെ. സന്തോഷത്തോടു കൂടി പോയി ഉമ്മ ആ ഹാജ തങ്ങളുടെ കഞ്ഞി മേടിച്ച സാലിപ്പാന്റെ തലക്കുമ്പാകത്തിരുന്ന് ധൈര്യമായിട്ട് കുറിച്ച് നാട്ടിലേക്ക് പോകും. അല്ലാഹു ആരോഗ്യം മാറ്റി. ഏതാ സഹോദരൻ? ഇൻഷാ അല്ലാഹ് ഒരു സ്ക്വയർ ഫീറ്റ് 2500. വലിയ പെരുന്നാൾ കഴിയുമ്പോൾ ഈ മാസം കൊടുക്കണ്ട, അടുത്ത മാസം കൊടുക്കണ്ട, വലിയ പെരുന്നാൾ കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടുന്ന് വിളിക്കും. ആ സമയത്ത് ഒരു സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ മതി. ഏർവാട് ശുഹദാക്കളുടെ മണ്ണില് അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളിക്ക് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മുടെ വകയായിട്ട് ഇൻഷാ അല്ലാഹ് 2500. എന്റെ ഒരു സ്ക്വയർ ഫീറ്റ് 2500 രൂപയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ വകയായിട്ട് കൊടുത്തേക്കാൻ എന്ന് പറയാൻ പറ്റിയ ഒരാള് ഒരു സ്ക്വയർ ഫീറ്റ് അള്ളാഹു കബൂലാക്കട്ടെ. പേരും ഫോൺ നമ്പറും കൊടുത്തേനെ. രണ്ടാമതൊരു സ്ക്വയർ ഫീറ്റ് പറ്റില്ലാത്തവരൊക്കെ ഇരുന്നോ? ഇനി ഇരുന്നോ സഹോദരിമാരിരുന്നോ? രണ്ടാമതൊരു സ്ക്വയർ ഫീറ്റ് ഒരു സ്ക്വയർ ഫീറ്റ് ഒരാൾ വെച്ചു. രണ്ടാമത്തെ സ്ക്വയർ ഫീറ്റ് ആരാ ഉള്ളത്? 2500 രൂപ. സഹോദരിമാരെ അവിടെ തന്നെ ഇരുന്നോ? സഹോദരിമാരെ അപ്പുറത്തേക്ക് പോകണ്ട. രണ്ടാമത്തെ സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ സ്ക്വയർ ഫീറ്റ് 2500 രൂപ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഈ കൂട്ടത്തില്? ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിലും ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ ഫോട്ടോയും അതിന്റെ ബാർകോഡ് സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ നമ്മൾ പുറത്തേക്ക് പള്ളി വേണമെന്ന് ആഗ്രഹമുള്ളൂ. പള്ളി വേണമെന്ന് പഠിച്ചാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹ് പള്ളി ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവര് ഇൻഷാ അല്ലാഹ് പുറത്ത് കാണുന്ന ഫോട്ടോ എടുത്ത് നമ്മുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ അടിയിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് വിട്ടു കൊടുത്തേക്കാം. ഏർവാടി കഞ്ഞിപ്പള്ളിയിൽ ഒരു പള്ളി ആവശ്യമുണ്ട്, ഞാൻ പോയി കണ്ടതാണ്, അർഹതയുള്ള സ്ഥലമാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയെ വോയിസ് വിട്ടു കൊടുക്കാം. 100 രൂപ കൊടുത്താലും 200 കൊടുത്താലും അതിന്റെ ഒരു പ്രതിഫലം അല്ലാഹു നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പട്ട് ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും നമുക്ക് ഒരു പട്ട് മൂടണം. അത് കഴിഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇനി പട്ട് മൂടൽ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ ചാരത്ത് വെച്ച് അങ്ങെടുത്തോ ബിസ്മില്ലാ. എല്ലാവരും പട്ടങ്ങ് പിടിച്ച് ഈ പട്ടിന് ഇതിന് പൈസ ഒന്നും ഇല്ല. അതോർത്ത് ഇനി വിഷമിക്കണം. കുറച്ചോനെ ഇനി പട്ട് പിടിപ്പിക്കാൻ പറഞ്ഞേക്കുന്നുണ്ട്. ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഈ മുസ്താദ് എത്ര രൂപയ്ക്ക് മേടിക്കാൻ പോണേ? ആ വിഷമം ഈ പട്ട് ഫ്രീയാണ്. പട്ട് പിടിക്കാം. ഇങ്ങോട്ടല്ലാട്ടോ നടക്കേണ്ട പുരുഷന്മാര് ഇടാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർ അങ്ങോട്ടാണ് നടക്കേണ്ടത്. അങ്ങോട്ട് പോരുത്. ആ സഹോദരിമാർക്ക് കൊടുത്തേ. സഹോദരിമാരെല്ലാവരും പട്ട് നിവർത്തി പിടിക്കുക. 2 പട്ട് ഒരു പട്ടോടൊക്കെ തരും. എന്നിട്ട് അപ്പുറം നിങ്ങൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് അവിടെ രണ്ടുപേരുടെ മഖാമുണ്ട്. അവിടെ കൊണ്ടുപോയാണ് ആ പട്ടിടേണ്ടത്. ഒരു പട്ടോടെ കൊടുക്കും. ഒരു പട്ടോടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരിമാരും അപ്പുറത്തേക്ക് കിടക്കണം കേട്ടോ. എല്ലാ സഹോദരിമാരും അവിടെയുള്ള എല്ലാ സഹോദരിമാരും അപ്പുറത്തേക്ക് പോകണം. സഹോദരങ്ങൾ ഇതിന് പുറത്തേക്ക് ഇറങ്ങി കയറി വരണം. അല്ലാഹ് പൊക്കിപ്പിടി പൊക്കിപ്പിടി. ആ പൊട്ട് കൊണ്ടുപോയി മഹമാന്മാരുടെ മഖ്ബറയുടെ മുകളിൽ കൊണ്ടുപോയി അണിയുന്നതിനോടുകൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു
أكبر ولله الحمد. ഇൻഷാ അല്ലാഹ് സാലിഹ് ഉസ്താദ് നമുക്കൊണ്ട് ദുആ ചെയ്യും. എല്ലാവരും മക്കാമിന്റെ അവിടെ തന്നെ വട്ടം നിന്നോ. ആ കെട്ടിന്റെ താഴെ ഇറങ്ങിക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരവരുടെ ഉദ്ദേശങ്ങളും മനസ്സിലുണ്ട്. എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ പാവങ്ങളെ മുഴുവനും ഈ വിജയിച്ചു വെച്ച് അല്ലാഹു പുറത്തു തരട്ടെ. 50 വർഷകാലങ്ങളായി നടക്കുന്ന ഒരു ദിവസം കൂടി